തെർബിയത്ത് കൊടുത്ത്. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, അവൻ ജോലിക്ക് കയറിയിട്ട് ആദ്യത്തെ ശമ്പളം കിട്ടി. അത് ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കുകയാണ്. ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ ഉമ്മ പറയാണ്, മോനെ അത് നിനക്കണ്ട് കൊടുത്തൂടടാ, വാപ്പക്ക് എന്ത് സന്തോഷം ഉണ്ടാവും, നിന്നെ ഇത്രയും കാലം പഠിപ്പിച്ച് നിന്നെ ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടുവന്ന്, അപ്പോൾ ആദ്യത്തെ ശമ്പളം നീ വാപ്പാൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി കൊടുക്ക്. അപ്പം ഉമ്മാനോട് പറയാണ്, അതല്ല നിങ്ങൾ കൊടുത്താൽ മതി, വാപ്പക്ക് ഞാൻ കൊടുക്കണില്ല. അതെന്താ മോനെ, നീ കൊടുക്കുമ്പോൾ സന്തോഷാവൂലേ? മോൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇത്തരം കുട്ടികളായിരിക്കണം നമ്മുടെ വീട്ടിലുണ്ടാകണ്ടേ, ഞാൻ അങ്ങനെ തന്നെ ആകണമെന്ന് പറയല്ല. ആ കുട്ടി പറഞ്ഞ മറുപടി, എൻ്റെ ഉപ്പ ഇത്രയും കാലം എനിക്ക് ഇങ്ങനെയാണ് തന്നത്, ഇങ്ങനെ ഉപ്പൻ്റെ കൈ മുകളിലും എൻ്റെ കൈ താഴെയായിരുന്നു. ഇന്ന് ഞാൻ ശമ്പളം തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഉപ്പയുടെ കൈ താഴെയും എൻ്റെ കൈ മുകളിലുമായി പോകും. അതുകൊണ്ട് എൻ്റെ ഉപ്പയുടെ കൈ എന്നും മുകളിലിരിക്കട്ടെ. ആ ഒരു സാംസ്കാരിക പരിധയായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. പള്ളിയിൽ നിന്ന് നമ്മളോട് എന്തെങ്കിലും സംഭാവന ചോദിക്കുമ്പോൾ പള്ളിക്കാരോട് പറയാൻ പറ്റണം, ഉപ്പ തരൂട്ടോന്ന്, ഉപ്പാക്ക് നമ്മൾ കൊടുത്താൽ മതി, പക്ഷെ ഉപ്പയുടെ കയ്യിലൂടെ കൊടുക്കാവൂ. അല്ലാതെ ഉപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉപ്പ 500 കൊടുക്കുക, നമ്മൾ ഉള്ളതിൽ നിന്ന് നമ്മൾ 50,000 കൊടുക്കുക. ഇല്ല, നമുക്ക് കൊടുക്കാനുള്ളതെല്ലാം ഉപ്പനേൽപ്പിക്കുക. അപ്പൊ എന്താണെന്നറിയോ? 2 പ്രതിഫലം. ഒന്ന് ഉപ്പക്ക് ഇത് കൊടുത്തതിന്റെ പ്രതിഫലം, പിന്നെ നമ്മൾ അവർക്ക് കൊടുത്തതിന്റെ പ്രതിഫലം. 2 പ്രതിഫലമാണ്. അങ്ങനെ ഉപ്പയെ ആദരിക്കാൻ പറ്റണം, അപ്പോഴേ സന്തുഷ്ട കുടുംബമാകുന്നുള്ളൂ. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ബഷീർ ഖാൻ എന്ന് പറയും. ടീ ടൈം ബഷീർ ഖാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും, അറിയുന്നവരൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അദ്ദേഹം എപ്പോഴും ഇപ്പൊ 70-80 ഷോപ്പായി ഖത്തറിലും ഒമാനിലൊക്കെ ആയിട്ട്. ഞാൻ അദ്ദേഹത്തെ വല്ലാണ്ട് സ്നേഹിക്കുന്നു. എന്താ, ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തി പറയാൻ വന്നതല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായത് എന്താണെന്നറിയോ? ഒന്ന്, അദ്ദേഹം എല്ലാ ഷോപ്പ് തുടങ്ങുമ്പോഴും സ്വന്തം ഉമ്മാനെ കൊണ്ടുപോയിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. അറബികളുണ്ടാവും, അവരുണ്ടാവും, ഇവരുണ്ടാവും, പക്ഷെ രാവിലെ ഉമ്മ പോയിട്ട് എന്താക്കും, ഇത് നെക്കിയിട്ടുണ്ടാവും. പാവം 70 വയസ്സ് കഴിഞ്ഞ് ഉമ്മക്ക് ആ കത്രിക ഇങ്ങനെ വെട്ടുമ്പോൾ കണ്ണിലൂടെ ഒരു കണ്ണുനീര് വരാണ്ട്. അതിന് പകരം വെക്കാൻ ഈ ലോകത്തിലൊരു പ്രാർത്ഥനയില്ല. കാരണം കുഞ്ഞുനാളിലെ പ്രയാസമുള്ള സമയത്ത് അള്ളാഹുവേ എൻ്റെ മോനെ നേരെയാക്കണേ എന്ന് 1000കണക്കിന് തവണ അള്ളാഹുവിൻ്റെ അരികിലേക്ക്, ആ രാജസദസ്സിലേക്ക് കൈയർത്തി പ്രാർത്ഥിച്ച സ്ത്രീയാണിത്. അതുകൊണ്ട് മകന്റെ ഓരോ ഉയർച്ചയിലും പങ്കാളി, അതിൻ്റെ ഉദ്ഘാടക സ്വന്തം ഉമ്മയാണ്. നമ്മുടെ വീടിന് നിങ്ങൾ സയ്യിദന്മാരെ വിളിച്ചോ, ഉസ്താദുമാരെ വിളിച്ചോ, വലിയ വലിയ MLA-മാരെ MP ആരെയും വിളിച്ചോ, പക്ഷെ സുബഹിയുടെ നേരത്തിന് മുമ്പേ 4-5 ആള് മതി ആ ഉദ്ഘാടനം കഴിക്കേണ്ടത് നമ്മുടെ സ്വന്തം ഉമ്മയിരിക്കണം. ഉമ്മക്ക് പകരം വെക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയപ്പോൾ എനിക്കൊരു അത്ഭുതം കൂടി തോന്നി. ഇവിടെ ഏതെങ്കിലും മുതലാളിമാരുണ്ടെങ്കിൽ ചിലപ്പോൾ നടപ്പിലാക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ പറയും. ബഷീർ ഖാൻ്റെ നാട്ടിൽ ഏകദേശം 6-7 കോടി രൂപ ചിലവാക്കിയിട്ടൊരു സ്കൂളുണ്ട്. 7 കോടി റുപ്യ ചിലവാക്കിയിട്ടൊരു സ്കൂള്, ഫുൾ AC സ്കൂളാണ്, നല്ല സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയം. അതിൽ പൈസക്കാരും വന്ന് പഠിക്കാൻ പാടില്ല, അവരൊക്കെ വേറെ സ്കൂളിൽ പോവാം. പാവങ്ങൾ മാത്രം, ഫീസ് അടക്കാൻ ഗതിയില്ലാത്ത കുട്ടികൾക്ക് 7 കോടി റുപ്യ ചിലവാക്കിയിട്ട് AC സ്കൂൾ, സാലറി മുഴുവൻ മൂപ്പര് കൊടുക്കും. എന്ത് രസമാണെന്ന്. ഞാൻ ആ സ്കൂളിൽ പോയിട്ടുണ്ട്, ഭയങ്കര രസമാണ്. പാവപ്പെട്ട കുട്ടികൾ, നമ്മളെ നാട്ടിൽ പാവപ്പെട്ടവരൊക്കെ LP സ്കൂൾക്ക്, പൈസക്കാരൊക്കെ ആ സ്കൂൾക്ക്. അവിടെ നേരെ തലകുത്തനും. അവിടുത്തെ സമ്പന്നർ പോകാൻ പറ്റാത്ത അത്രയും വലിയ സ്കൂൾ മുപ്പര് കെട്ടിക്കൊടുത്തേക്കുക പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. നല്ല രസമുള്ള കോൺസെപ്റ്റാണ്. ആണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് ഈ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. സമ്പത്തിൻ്റെ കുന്നുകൂടലല്ല സംസ്കാരമെന്നും അത് ചെലവഴിക്കലാണ് സംസ്കാരമെന്നും നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ചെലവാക്കുന്നതാണ് നല്ലത് എന്ന് പറയണം. അപ്പോൾ ചെലവാക്കാൻ പൈസ ഉണ്ടാക്കണ്ടേ നിങ്ങൾ ചോദിക്കും. ഉണ്ടാക്കിക്കോ, പക്ഷെ ചെലവാക്കണം. നമ്മളെ കുട്ടികളെ അന്തരീക്ഷം എങ്ങനെ ഉണ്ടാക്കും? സന്തുഷ്ട കുടുംബം എങ്ങനെയെന്നറിയുങ്ങൾ? നിങ്ങളിങ്ങനെ അരിഷ്ടിച്ചിട്ടൊരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കി, വീടൊന്ന് വലുതാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച 10 ലക്ഷമാണ്. അതിങ്ങനെ ഉഷാറായിട്ട് വീട് വലുതാക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്ത് അയൽവാസിക്ക് അല്ലെങ്കിൽ സ്വന്തം അനുജന് ഒരു കിഡ്നിയുടെ അസുഖം വന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. അതിന് 4-5 ലക്ഷം രൂപ ചെലവാണ്. 5 ലക്ഷം രൂപയില്ലാതെ കഷ്ടപ്പെടുന്ന 3 കൊച്ചുമക്കൾ മാത്രമുള്ള സ്വന്തം അനുജനെ നോക്കി വീട് വെക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം നമ്മൾ ഭാര്യയെ വിളിക്കണം, മക്കളെ വിളിക്കണം, എന്നിട്ട് ഒരു ശൂറ കൂടണം, എന്നിട്ട് പറയണം എന്ത്, നമ്മൾ വീട് വെക്കാൻ വേണ്ടി വെച്ച പൈസ ഉണ്ടല്ലോ അതിൽ പകുതി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് വീടൊക്കെ വെക്കാം, പാതി ഓപ്പറേഷന് കൊടുക്കാൻ. എന്താ എൻ്റെ അഭിപ്രായം? വെറും കണക്ക് കൂട്ടുന്ന തന്ത്രജ്ഞകളാണ് നമ്മുടെ മക്കളെങ്കിൽ പറയും.
പറയും അത് കൊടുക്കാൻ പറ്റൂലെന്ന്, അതേറ്റ് പെര വലുതാക്കണമെന്ന്. നേരെ മറിച്ച് ദീനുള്ള മക്കളാണെങ്കിൽ പറയും നമ്മളെ പെര വലുതാക്കലൊക്കെ പിന്നെയും വലുതാക്കുക, അത് നടക്കട്ടെ എന്ന്. അങ്ങനെ മനുഷ്യൻ ഇവരുടെ വാക്ക് കേട്ട് 5 ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തി. ആ 3 കുട്ടികളുണ്ടല്ലോ, അതിൽ 2 കുട്ടികൾ മടിയിലും 1 കുട്ടി ഇങ്ങനെ ഒക്കത്തും അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നാളുകൾക്ക് ശേഷം ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണും നുറ്റി വീഴും. ആ സന്തോഷം കണ്ടിട്ട് അതിൻ്റെ പേരാണ് ഓതന്റിക് ഹാപ്പിനെസ്, നഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന സന്തോഷം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മഹല്ലുവാസികളോട് പറയാണ്, നമ്മുടെ കുടുംബമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുറുമ്പത്തൂർ മഹൽ ഞങ്ങളുടെ മഹലിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ അവിടുന്ന് വിവാഹം കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ പള്ളിപ്പണിയുടെ തലേന്ന് പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനത്തിന് വരാൻ നിൽക്കാൻ. പക്ഷെ അതിൻ്റെ തലേ ദിവസം സ്ത്രീകൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇതൊതുക്കി. ഉദ്ഘാടനം നടക്കാൻ പോണേയുള്ളൂ, പള്ളിയൊക്കെ കഴുകി ഉഷാറാക്കി നന്നായിട്ട് കാണാൻ വരികയാണ്. അവിടെയുള്ള ഉമ്മാമ്മമാർ, അവപ്പെട്ട പാവപ്പെട്ട സ്ത്രീകൾ ഓരോ തൂണും പിടിച്ച് കരഞ്ഞിരുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് പറയാണ്. എന്താ കാര്യം എന്നറിയോ? അവരുടെ ചെയിന്, അവരുടെ വള, അവരുടെ മോതിരം ആ ഓരോ തൂണിലുണ്ട്. അത് പിടിച്ച് കരണത് എന്തോന്നറിയോ? എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കും, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആളുകൾ നിസ്കരിക്കും. ആ സമയത്ത് ഈ കല്ലുകൾ പോലും സാക്ഷിയാകണം, ഞാൻ അണിഞ്ഞിരിക്കേണ്ടുന്ന ആഭരണത്തെ ഇട്ടിട്ട് കൊണ്ടാണ് ഈ കല്ലുകളെ കൊണ്ട് ഒരു തൂണിന്റെ ഭാഗമെങ്കിലും ഉണ്ടായത് എന്ന് അവർ തിരിച്ചറിയണമെന്നതാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം പള്ളികളെ, മദ്രസകളെ ശരിപ്പെടുത്തി വിദ്യാഭ്യാസത്തിന്റെ നവോമണ്ഡലത്തിലേക്ക് കുറച്ച് ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്നതായിരിക്കണം. ഞാൻ ചുരുക്കുന്നു, സമയമില്ലാത്തത് കൊണ്ട് ആകെ 4-5 കാര്യം മാത്രം പറഞ്ഞോട്ടെ. വീട്ടിൽ നടപ്പിലാക്കേണ്ടുന്ന, നല്ല സന്തുഷ്ട കുടുംബത്തിന് നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ ഒറ്റവാക്കിൽ പറയാം. 1, നമ്മുടെ മക്കളോടൊപ്പം കളിച്ചും ചിരിച്ചും പോകുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറണമെന്നതാണ്. എന്ന് വെച്ചാൽ ഉപ്പമാരും ഒക്കെ ആണെങ്കിൽ മക്കളെയും കൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇന്ന് ഞായറാഴ്ചയാണ്, ഞാൻ ഇവിടെ എൻ്റെ 2 കുട്ടികളെയും കൊണ്ട് വന്നിട്ടുള്ള എൻ്റെ താഴെയുള്ള മക്കളെ, കാരണം ഞാൻ ഡ്രൈവറേയും കൂടി കൂട്ടാതെ വന്നത്, കാരണം അവരായിട്ട് കളിച്ചും ചിരിച്ചും വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇതേപോലെ നമ്മൾ കുളിക്കാൻ വേണ്ടി പറയുന്നത് എന്താകും? അതിന് മുമ്പേ മക്കൾ ചെയ്യാൻ തുടങ്ങും. വാപ്പയ്ക്ക് ഇഷ്ടം ഇതാണ്, വാപ്പയ്ക്ക് ഇഷ്ടം അതാണ്. അതുകൊണ്ട് ഊട്ടിയുടെ ചുരം കയറുമ്പോ, വയനാടിന്റെ ചുരം കയറുമ്പോ സുഹൃത്തുക്കൾ പറയും നല്ല തണുപ്പാണടാ, നമുക്ക് ഓരോന്ന് വലിക്കാന്ന്. വാപ്പയെ പേടിക്കുന്നവരെന്ത് പറയുന്നറിയോ? ഇപ്പൊ നമുക്ക് വലിക്കാം, കാരണം വാപ്പല്ലല്ലോ എന്ന്. പേടിക്കുന്നവരതാ ചെയ്യാ. വാപ്പനെ സ്നേഹിക്കുന്നവരെന്താ ചെയ്യാന്നറിയോ? വേണ്ടട്ടോ, എനിക്ക് വേണ്ട, എന്തായാലും നിങ്ങൾ വലിച്ചോ. എൻ്റെ ഉപ്പച്ചിക്ക് അത് ഇഷ്ടമല്ല. ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോയാലും ഞാൻ വലിക്കൂല, ഓൺലി ബിക്കോസ് ഓഫ് മൈ ഫാദർ. എൻ്റെ ഫാദർ അങ്ങനെയാണ്. അങ്ങനെ പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ ഒരിക്കലും മാറുമ്പോൾ അവർ പിന്മാറുന്നത് കാണാൻ പറ്റുമെന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തത്, നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ശ്രമം ഉണ്ടാക്കുക എന്നതാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളുടെ വായിലേക്ക്, മക്കൾ 20 വയസ്സായിക്കോട്ടെ കുഴപ്പമില്ല, തിരിച്ച് ഇങ്ങോട്ടും അതേപോലെ